Today is May 21st, 2025. We are going to Alaska and our starting point is Glendale, Arizona, and right now the temperature is 102 degrees Fahrenheit. Excited for 5-day trip to Anchorage. We are hoping to reach by Monday evening, hopefully. And we are expecting a lot of fun trip. I'm anxious. I had my doubts from the moment this idea was mentioned to me, but here I am. There's Arizona landscape. This is where we are starting from. It's about 105 Fahrenheit. A beautiful sunny day in Arizona. We are driving towards Wickenburg. From there we are heading to Vegas. Hopefully we are trying to close the drive today in Vegas and stay there for the night. It's about 5 hours drive from Arizona. Overall, very hot, very dry climate. So one way to know that we're for sure in Arizona is the presence of these tall, picturesque cactuses or cacti. So the saguaro cactus is the staple plant, characteristic plant of the Sonoran Desert, which mostly spans throughout Arizona. A couple of other shrubs that you can see are mesquites, palo verdes, creosotes, barrel cacti. A very alien landscape used a lot in old Hollywood to represent Mars or other planets. In this landscape, you'll also find lizards like Gila monsters, snakes like gopher snakes, to name a harmless one. You'll find maybe some mammals. That'll be a little bit more sparse, except for like coyotes. So yeah. ഞങ്ങൾ വിക്കൻബർഗിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിക്കൻബർഗ് ഇവിടുത്തെ ഒരു വളരെ റിമോട്ടായിട്ടുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര ഫേമസ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്ലഹോമ ബോംബർ ഇവിടെ നിന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അങ്ങനെയാണ് വിക്കൻബർഗ് എന്ന് പറഞ്ഞൊരു സിറ്റിയെ പറ്റി ലോകം അറിഞ്ഞത്. അതിനു മുമ്പ് ഇവിടെ ഒരു മനുഷ്യർക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്നില്ല. എനിവേ, അപ്പം അതാണ് വിക്കൻബർഗിൻ്റെ പ്രത്യേകത. അന്ന് മുതൽ വിക്കൻബർഗിൽ വളരെ ഫേമസ് ആയി തുടങ്ങിയ ഈ സ്ഥലം. ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് നല്ലൊരു ഉയർന്നു വരുന്ന ഒരു ചെറിയ വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറയാം. ലോട്ട് ഓഫ് ഗ്രീനറി ഉണ്ട് ഇവിടെ. ഇവിടെ ഏതൊരു റിവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഗ്രീനറി കൂടുതലാണ് അരിസോണയെക്കാളും കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം പച്ചപ്പ് കാണുന്നത്. പോലീസ് ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് സ്പീഡൊക്കെ കുറച്ച് പതുക്കെ വിക്കൻബർഗ് സിറ്റിയിലേക്ക് കയറുകയാണ്. നമ്മൾ സിറ്റിയുടെ പുറത്തേക്ക് ഇറങ്ങണില്ല, ഇതുവഴി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. ഇവിടെ 45 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ഇവിടെ ഞങ്ങളെ പല പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുള്ളത്. 45 എന്ന് പറഞ്ഞാൽ 45 പോയില്ലെങ്കിൽ നമ്മളെ പോക്കും. അതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ച് പതുക്കെ ഇതുവഴി കടന്നു പോകണം. അധികം നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമില്ല. നമ്മുടെ പോക്കറ്റിനും പ്രശ്നം ഉണ്ടാവരും. ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ട് വർക്കാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത്. ഇവിടെ കണ്ടമാനം ലോക്കൽ ആർട്ടിസ്റ്റുകളുള്ളൊരു സ്ഥലമാണ്. ഇത് അവരുടെ ഒരു വരുമാനമാണ്. പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇതിലൂടെ കടന്നു വന്നു. ധാരാളം പുതിയ ബിൽഡിങ്ങുകൾ വന്നു. കലാമിറ്റി വാഷ്, വിക്കൻബർഗ്. വാഷ് കാണുമ്പോൾ ശരിക്കും ഒരു പുഴ പോലെയാണ്. പക്ഷെ ഇത് മഴ പെയ്യുമ്പോൾ മാത്രമേ ഈ പുഴ വരുള്ളൂ. അതെ, പുഴ ആക്റ്റീവ് ആണ് മഴ വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പുഴയ്ക്ക് വേണ്ടി ആ സ്പേസ് അവിടെ ഇട്ടേക്കുക, വെള്ളം ഒഴുകി പോകാൻ. അത് ചെയ്തില്ലെങ്കിൽ അവിടെ വീടുകളൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്ത് വീഴും. കാര്യം വെള്ളം പോണ വഴിയാണ് അവിടെ. അതുകൊണ്ട് അവർ എപ്പോഴും തുറന്നിട്ടേക്കും. അപ്പോൾ അതിനായിട്ട് വാഷ് എന്ന് അതിന് പറയണത്. അവർ ഒരു ചെറിയ മഴയുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പുഴ. അരിസോണയിൽ ധാരാളം ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടുന്ന്
നമ്മള് വേഗസിലേക്കുള്ള ഡയറക്ഷനിലേക്ക് തിരിയാൻ പോവാണ്. ഇവിടെ കുറച്ച് ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വേഗസിലേക്കുള്ള ഒരു റൗട്ടാണ്. സിഗ്നലല്ല, ഇപ്പോൾ ഒരു സർക്കിളാണ്. ഐ തിങ്ക് അവർ സിഗ്നലിൽ കളഞ്ഞു. റൗണ്ട് അബൌട്ട് എന്നാണ് ഇവന് പറയണത്. ഇവിടെയൊക്കെ ധാരാളം വാഷുകളുണ്ട്. അതാ കാണുന്ന വാഷാണ് അവിടെ വരണം. അയ്യോ, നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗസ്, ഈ ഡയറക്ഷൻ, ഈ വേഗസിലേക്കുള്ള ഡ്രൈവാണ്. വിക്കൻബർഗിൽ നിന്ന് ഞങ്ങൾ വിട്ടു. പറഞ്ഞ പോലെ വിക്കൻബർഗിലേക്ക് കയറിയില്ല, പക്ഷെ ജസ്റ്റ് ക്രോസ് പാസ് ത്രൂ വിക്കൻബർഗ്. ഇനിയിപ്പോൾ 93 നോർത്ത് ടുവേർഡ്സ് വേഗസ്. ഇത് റാഞ്ചാന്ന് തോന്നുന്നില്ല. ഇവിടെ പശുവിനെ കണ്ടില്ലേ? അവരുടെയോ പശു വളർത്തലാണെന്ന് തോന്നുന്നത്. ധാരാളം ഡെവലപ്മെന്റ് ഒക്കെ വന്നു തുടങ്ങി ഇവിടെ. റാഞ്ചും പുതിയ പുതിയ ബിൽഡിങ്ങുകളും ലാർജ് കമ്മ്യൂണിറ്റിയൊക്കെ വന്നു തുടങ്ങിയാണ്. ഞങ്ങൾ പണ്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്നുമില്ല, വെറും കാലി സ്ഥലമായിരുന്നു. ഗ്രോത്ത് ഉണ്ട്. വിക്കൻബർഗിന് നല്ലതാണ്. പുതിയ ആൾക്കാർ വരിക, റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ആയിരിക്കും കൂടുതലും. സ്പെഷ്യലി ആ കോവിഡ് കഴിഞ്ഞ ശേഷം എവിടുന്ന് വേണമെങ്കിലും ജോലി എടുക്കാന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ധാരാളം ബിൽഡേഴ്സ് വന്ന് ബിൽഡ് ചെയ്യാനൊക്കെ തുടങ്ങി. അതോടെ ആൾക്കാർ മൂവ് ചെയ്തു, എവിടെ നിന്നും വർക്ക് ചെയ്യാം. ഞങ്ങളുടെ മുമ്പിലുള്ള കാറും അലാസ്കയ്ക്കാണെന്ന് തന്നെ തോന്നുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആണ്. ഞങ്ങൾ ഫിനിക്സിൽ നിന്ന് തുടങ്ങി വിക്കൻബർഗ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ ഇവർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വെട്ടറുണ്ട്. ഈ സ്പാനിഷില് വാമോ പാ അലാസ്ക എന്ന് പറഞ്ഞാൽ നമ്മള് അലാസ്കയിൽ പോവാം പോലെ ഒരു, ഞങ്ങൾ അലാസ്കയിലേക്ക് പോവുകയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങള് ഡ്രൈവിംഗ് ടു അലാസ്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റെക്കോർഡ് ചെയ്തത് അർജന്റീനയിലാണോ? ആ, അർജന്റീന നമ്മളുണ്ട് എല്ലാവരും. ലാൻഡ്സ്കേപ്പ് മുഴുവൻ മാറി തിരിച്ച് ഇതിനും കൂടെ ഒരു ഹില്ലി ആയിട്ടാണ് തോന്നണമെങ്കിൽ നല്ല ചൂടാണ് ഇവിടെയൊക്കെ. എന്നാലും ഫിനിക്സിനേക്കാൾ ഇത്തിരി കൂടെ കുറഞ്ഞു, ഒരു 97 ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ടുവേർഡ്സ് ലാസ് വേഗസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 3-3.5 മണിക്കൂറിൽ ഞങ്ങൾ വേഗസിലെത്തും. ഇനി ഇവിടുന്ന് ഇങ്ങനെ തന്നെയാണ് ലാൻഡ്സ്കേപ്പ് മുഴുവൻ. തുടർച്ചയായിട്ട് ഇതേ സ്റ്റൈലാണ്. വലിയ വലിയ മരങ്ങളൊന്നുമില്ല, എല്ലാം ഇത്തിരി ബുഷിയാണ്. ഓൺ ദ വേ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ജോഷുവ ട്രീ എന്ന് പറഞ്ഞ സ്പെസിഫിക് കാക്ടസിനെ കാണാനുണ്ട്. ഇനി തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വരും ജോഷുവ ട്രീസ്. റിയലി ഇൻട്രസ്റ്റിംഗ് കാക്ടസ് ആണ്, കാണാനായിട്ട് രസമാണ്. ഇതാണ് ഈ ടൈപ്പായിരിക്കും. ഒരു മരത്തിൽ നിറച്ച് ഇല പോലെ ഇരിക്കുന്ന സാധനം. ഇനി അതിൻ്റെ ജോഷുവ ട്രീയുടെ ഒരു ഏരിയയാണ് ഞങ്ങൾ. നേരത്തെ സുവാറോ കാക്ടസ് പറഞ്ഞ പോലെ ഇതും പ്രൊട്ടക്റ്റഡ് ആണ്, നശിപ്പിക്കാനൊന്നും പാടില്ല. ഇത് റൈറ്റിലുണ്ട്. ഇതാണ് ജോഷുവ ട്രീ. ആ കാക്ടസ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടൈപ്പാണ്. കണ്ടത് നിറച്ച് ജോഷുവ ട്രീസ് ആണ്. എന്തോരം നിൽക്കണമെന്നൊക്കെ ആ സൈഡിലുണ്ട്. അത് മുഴുവൻ ജോഷുവ ട്രീസ് ആണ്. അധികം ട്രാഫിക് ഇല്ല. ബുധനാഴ്ച ആയതുകൊണ്ടാണെന്നാണ് അധികം ട്രാഫിക് ഇല്ലാത്തത്. ജോഷുവ ട്രീ ഇവിടെ ഉണ്ട്, കാലിഫോർണിയയിലുണ്ടെന്നാണ് ചില ഏരിയയിൽ ധാരാളം. ഫോറസ്റ്റ് എന്ന് അതിന് പറയണം, ജോഷുവ ട്രീ ഫോറസ്റ്റ്. രസമാണ്, കണ്ടില്ലേ എന്തോരം നിൽക്കണമെന്നൊക്കെ. ഇതിവിടുന്ന് പറിച്ചുകൊണ്ട് പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ അത്ര പ്രൊട്ടക്റ്റഡാണ്. അവിടെ ഒന്നും നശിപ്പിക്കാനും പാടില്ല. അധികം നാഷണൽ ഫോറസ്റ്റ് പോലെയാണ് അത് കെയർ ചെയ്യണത്. ഇത് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. ധാരാളം മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു ഫോറസ്റ്റ് എന്ന് പറയാൻ പാകത്തിനൊന്നുമില്ല, പക്ഷേ നല്ല മൗണ്ടൻ ആണ്, നല്ല രസമാണ്. അധികം ആൾത്താമസമൊന്നുമില്ല. വെരി എം ടി ലാൻഡ്. അമേരിക്കയിൽ ധാരാളം എം ടി സ്പേസസ് ഉണ്ട്. ആകെപ്പാടെ 320 മില്യൺ ആളെങ്ങാണ്ട് താമസിക്കുന്ന രാജ്യമാണ്, പക്ഷെ ധാരാളം ലാൻഡ് ഉണ്ട്. ഈ മൗണ്ടൻസ് ഒക്കെ കണ്ട നല്ല ഫോഗി ആയിട്ടാണ് ഇരിക്കണമെങ്കിലും ബ്യൂട്ടിഫുൾ. വി ആർ പാസിംഗ് ത്രൂ നത്തിങ് അരിസോണ. ഈ സ്ഥലത്തിന്റെ പേരാണ്. ഇപ്പൊ ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെ ഇരിക്കും ലാൻഡ്സ്കേപ്പ്. ഞങ്ങൾ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥലത്തിന്റെ പേര് നത്തിങ് അരിസോണ. Nothing Arizona. എന്താണ്
നീ പേടിച്ചു. അയ്യോ ഞങ്ങളിപ്പോ ലാസ് വേഗസിനും വിക്കൻബർഗിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഫണ്ണി നെയിമാണ്, വിക്കിപീഡിയ പോലെ, വിക്കി ആൻഡ് ആപ്പ്, വിക്കി ആപ്പ്. ഒരു ട്രക്കിനെ പാസ് ചെയ്യുന്ന ശ്രമത്തിലാണ് ഞങ്ങൾ. കിങ്മാനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അധികം ദൂരം ഇപ്പോൾ 40 കയറിയിട്ട് അവിടുന്ന് കിങ്മാൻ. ഞങ്ങളിപ്പോൾ വേഗസിലേക്കുള്ള ഒരു 93 40ലേക്ക് കയറി. ഇതിലൂടെ വലിയ ഹൈവേ ആണെന്നുള്ളൂ, പക്ഷേ ഇതൊരു ഭയങ്കര ലെങ്ത് ഉള്ളൊരു ഹൈവേ ആണ് അമേരിക്കയിൽ. 40 ഇവിടുന്ന് കിങ്മാനിലേക്ക് ഞങ്ങൾ 20 മിനിറ്റ് ഉണ്ട്. ഇവിടെ ഞങ്ങളൊരു പഞ്ചാബി ധാബയിൽ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. 3 ലൈൻ ഹൈവേ ആണ്, നിറച്ച് ട്രക്കുകളാണ് ഈ ഹൈവേയിൽ എപ്പോഴും. ഇവിടെ ഒരു പഞ്ചാബി ധാബയിലെത്തിയേക്കാണ് ഞങ്ങൾ. ഇന്നത്തെ ഡിന്നർ ഇവിടെ നിന്നാണ്. കിങ്മാൻ ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇവിടെ എത്താൻ പറ്റും. പഞ്ചാബി ധാബ, വർക്ക് ഷോപ്പും ഉണ്ട് ഇവിടെ. എല്ലാ ഇന്ത്യക്കാർ പഞ്ചാബിൽ നിന്ന് വന്നേക്കണവർ റൺ ചെയ്യണ ഒരു ജോയിൻ്റാണ്. ഞങ്ങളിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ട്രക്ക് ഡ്രൈവേഴ്സും എല്ലാവരും ഈ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇന്ത്യൻ ഡ്രൈവേഴ്സാണ് മൊത്തം. ഇതാണ് റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ടടുത്ത് ട്രക്ക് ഷോപ്പ്. ആലു പറാഠ, റൊട്ടി, സം 2 കറി, കാര ലസ്സി. സാർ ഡിന്നർ ഫോർ ടുഡേ. ധാരാളമായി ഫുഡ്, ധാരാളം കിട്ടും. ഇത്രയും 40-50 രൂപ കണ്ട് കൊടുത്തിട്ട് ഇത്രയും മാത്രം ഫുഡും കിട്ടി വീട്ടിൽ കൊണ്ടുപോകാനുള്ളതുകൊണ്ട്. Alright, we are heading to now the hotel. We are going to stay for the evening. വൈകുന്നേരം 7:30 അപ്പോൾ ഞങ്ങൾ ഒരു 53 മിനിറ്റ് അവേ ഫ്രം ലാസ് വേഗസിൽ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കണം. സൺ സെറ്റ് ചെയ്യണതിൻ്റെ ചെറിയ ലൈറ്റ് കാണാം. ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്, ഭൂമി നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. മലകളിങ്ങനെ പല ലെയറായിട്ട് കൊളറാഡോ റിവറിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളിപ്പോൾ കടന്നു. റിവർ ഡാമിലേക്ക് പണ്ടൊക്കെ നമുക്ക് പോകാറുണ്ട്, ഇപ്പോൾ പറ്റില്ല. വേറെ ഹൈവേ കൂടെ ഇങ്ങനെ കയറുന്നതാണ്. റിവർ ഡാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടായിട്ട് വണ്ടി വരും. ഞങ്ങളുടെ റിവർ ഡാമിൽ കയറാനുള്ള തൽക്കാലം ഞങ്ങളുടെ ലക്ഷ്യം അലാസ്കയാണ്. മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ നല്ല രസമുള്ള മലകളാണ്. അങ്ങനെ കാണാൻ പാലമാണ് കൊളറാഡോ റിവറിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. അവിടുന്ന് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിവർ ഡാം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊളറാഡോ റിവറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം. ഇവിടുന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഹൂവർ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകാം. ലിറ്ററലി ഡാമിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റും. അതുവഴി വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് നേരെ പാലത്തിൻ്റെ മുകളിൽ കൂടെ വി ആർ ക്രോസിങ് ഇൻടു നെവാഡ, അടുത്ത സ്റ്റേറ്റിലേക്ക്. അരിസോണയിൽ നിന്ന് നെവാഡയിലേക്ക് കയറണം. റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഹൂവർ ഡാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ Pacific time zone. എന്താ നോക്കിയ റോഡുകളെ കണ്ട് എന്താ രസം. മലയുടെ ഇടയിൽ കൂടെ കിടന്നു. ഈ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കില്ല. ഞാൻ അവിടെ വേഗസിൽ ഹോട്ടലിൽ എത്തിയിട്ട് വീഡിയോ എടുക്കും. വേഗസ് ഞങ്ങളിന്ന് ഒരു മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വേഗസ് വ്യൂ, lights and lots of lights. This is the room we are staying today.
Here is a view of Vegas from the hotel room. ഇത് 35ാമത്തെ നിലയാണ്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വേറൊരു കസീനോ ആണ് അത് താഴത്ത് കാണുന്നത്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ്. വെരി സ്മോൾ റൂം ജസ്റ്റ് ഫോർ ദി ഈവനിങ്. ഇതിൻ്റെ മൂത്ത മോള്. മോർണിംഗ് വ്യൂ from our hotel room. We are starting today from Vegas. കുറച്ചും കൂടെ വീഡിയോ ഇനി എടുക്കേണ്ട ഓൺ ദ വേയിൽ ഞങ്ങൾ എടുക്കേണ്ടാവും. ഇതാണ് എൻ്റെ വ്യൂ. ഇത് ഇപ്പോൾ ഒരു കാലത്തൊരു 6:45 മോർണിംഗ് ആണിത്. ട്രാഫിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. ഇറ്റ്സ് എ മെയിൻ സ്ട്രീറ്റ് സ്റ്റേഷൻ. ദിസ് ഇസ് എ റോഡ് മെയിൻ സ്ട്രീറ്റ് എന്നാണ്. എൻ്റെ ഓരോൻ്റെ ഈ സൈഡിൽ നിന്ന് ഇത് മറ്റേ സൈഡിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജാണ്. അങ്ങോട്ട് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് നടക്കുക. നല്ല പുതിയ ഹോട്ടലാണിത്. സോ ദിസ് ഇസ് എ വേ ഇറ്റ്സ് ഗോണ ബി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഹെലന മൊണ്ടാനയിലാണ് ഇന്ന് പ്ലാൻ ചെയ്യാണ് താമസിക്കാൻ. ഞങ്ങൾ വേഗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നെവാഡയിൽ നിന്ന് നേരെ ഹെലന മൊണ്ടാന. ഒരു 7:30 മോർണിംഗ് ആണ്. കാരണം വെറും മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ റോഡ്സ് വെറുതെ ഇങ്ങനെ നത്തിങ്, രണ്ട് സൈഡിലും ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ റോഡായിരിക്കും കുറേ നേരത്തേക്ക്. ഞങ്ങളിന്ന് 12 മണിക്കൂർ. അപ്പോൾ ഒരു വൈകുന്നേരം 7-8 മണിയാകുമ്പോഴത്തേക്കും ഹെലന മൊണ്ടാനയിൽ എത്തണം എന്ന് വിചാരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. വെറും ഡെസേർട്ട് ആയതുകൊണ്ട് നമ്മുടെ അരിസോണ പോലെ അല്ല ഇവിടെ. ഇത്തിരി കൂടെ ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് മഴ ഒന്നും ഉണ്ടാവില്ല. വെറും കാലി അടിച്ചിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ നെവാഡയിൽ നിന്ന് തിരിച്ചൊരു അരിസോണയുടെ ടിപ്പുണ്ട് നോർത്തിൽ. ആ ടിപ്പിൽ കൂടെ കയറിയേക്കാണ് ഇപ്പോൾ. ആ ടിപ്പ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഈ യൂട്ടയിലേക്ക് കയറും. ചെറിയ സ്ഥലമാണ്, പക്ഷെ തിരിച്ച് അരിസോണയിൽ കയറി. അരിസോണയിൽ നിന്ന് വന്ന് നെവാഡയിൽ കൂടെ ഓടിച്ച് തിരിച്ച് അരിസോണയിൽ കയറി. ഇനി ഞങ്ങൾ മുകളിലേക്ക് വീണ്ടും നോർത്തിലേക്ക് കയറുന്നത് യൂട്ടയിലേക്കാണ്. യൂട്ട എന്ന് പറയുന്ന സ്ട്രീറ്റ്. മഞ്ഞ് ഉരുകുമ്പോ വെള്ളം സാധാരണ അവിടെയെല്ലാം തങ്ങി നിൽക്കും. പക്ഷെ ഇവിടുത്തെ ഭൂമിശാസ്ത്രം എങ്ങനെയെന്ന് വെച്ചാൽ ആ മഞ്ഞുരുകിയാൽ അതോ മഴ പെയ്താലോ ആ വെള്ളം നേരെ താഴത്തേക്ക് പോകും. ഒന്നും നിൽക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമാണ് ഈ പ്രത്യേക. അതായത് ഇത് നോർത്ത് വെസ്റ്റ് കോർണറാണ് വരുന്നത്. കിണറൊക്കെ കുഴിച്ചാൽ നല്ലോണം ഡെപ്ത് വേണം. എന്നുവെച്ചാൽ വെള്ളം നേരെ താഴത്തോട്ട് പോകണം. ഒന്നും നിൽക്കാനായിട്ട് സ്ഥലമില്ല. കടന്നു പോകുന്ന മൊഹാവി ഡെസേർട്ട് കൂടിയാണ്. അത് സൊനോറൻ ഡെസേർട്ടിനാടും കുറച്ചുകൂടി വരൾച്ചയുള്ള സ്ഥലമാണ്. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ പുറത്ത് അധികം ചെടികളില്ല, മരങ്ങളൊന്നുമില്ല. സൊനോറൻ ഡെസേർട്ട് ലോകത്തിൽ ഏറ്റവും പച്ച പിടിച്ച മരുഭൂമിയാണ്. മൊഹാവി ഡെസേർട്ട് തിരിച്ച് സാധാരണ മരുഭൂമിയിലേക്ക് വരും. മണലാരണ്യങ്ങൾക്ക് പകരം ചെറിയ ചെറിയ ഷ്രബ്സ് ആയിരിക്കും. എന്നാലും സൊനോറന്റെ പോലെ മരങ്ങളൊന്നും കാണില്ല. ചെറിയ ചെറിയ ചെടികൾ മാത്രമേ കാണൂ. ഈ ഡെസേർട്ടിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് സൊനാറൻ ഡെസേർട്ട്, മൊഹാവി ഡെസേർട്ട്. അതിൻ്റെയൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ മൊഹാവി ഡെസേർട്ടാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇത് അരിസോണയുടെ ഒരു പാർട്ട് തന്നെയാണ്. ടെമ്പറേച്ചർ ഒരു 85-ലാണ് നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ച്. 8:30 ആയിട്ടുള്ളൂ. എന്നാലും ഒരു 85. കാലത്ത് 8:30-ക്ക് 85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 100 എത്തും. ഈസിലി 100 ഡിഗ്രി ഫാരൻഹൈറ്റ്. സെന്റിഗ്രേഡിലേക്ക് മാറ്റി എത്രയാണെന്നുള്ളത് നോക്കണം. ഇത് അരിസോണയിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ യൂട്ടയിലേക്ക് കയറി. ഒരു 23 മൈലും കൂടെ ഇനി യൂട്ട സ്റ്റേറ്റിലേക്കുണ്ട്. പക്ഷെ ഇത് മല മുറിച്ചേക്കാണ്. സിവിൽ എഞ്ചിനീയറിംഗ്. അതെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വ്യൂ ഉണ്ട്. എന്താ രസം. കേലകൻ. യൂട്ടയിലേക്ക് കയറിയൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അരിസോണ, നെവാഡ, പിന്നെ തിരിച്ച് അരിസോണയിൽ കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് അനദർ സ്റ്റേറ്റ് യൂട്ട എന്ന സ്റ്റേറ്റിലേക്ക് കയറി. യൂട്ടയിലും ഇനീഷ്യൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കും. ഇത്തിരി ഡ്രൈ ആണ്.
പക്ഷെ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞു. ഇപ്പോൾ വെതർ 78 85 നിന്ന് ഇനിയും കുറയും ഇത്, ബട്ട് സ്ലോലി. ഇതിപ്പോൾ ബോർഡർ എൻട്രി ആണിത്. നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല ഇന്ന് തോന്നണം. ഇപ്പം ചെക്ക് ചെയ്യുമെന്നറിയില്ല കേട്ടോ എവിടെയെങ്കിലും വെച്ചിട്ട്. അപ്പോൾ യൂട്ട ക്രോസ് ചെയ്യണേ ഞങ്ങൾ. യൂട്ടയിലേക്ക് കയറുകയാണ്. അരിസോണ നെവാഡ ക്രോസ് ചെയ്തു. ഇനിയിപ്പം യൂട്ടയിലൂടെയാണ് കുറേ നേരം ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ മൊണ്ടാന ക്രോസ് ചെയ്യണം, അടുത്ത സ്റ്റേറ്റ് കയറണം. അതുവരെ ഈ ഹൈവേ കൂടെ തന്നെയാണ് ഓടിക്കുന്നത്. ഇവിടെ കമ്പയർഡ് ടു അരിസോണ ഇതും കൂടെ ഒരു റെഡ് കളർ കാണാൻ പറ്റും മൊത്തത്തിൽ ലാൻഡ്സ്കേപ്പിൽ. ലാൻഡ്സ്കേപ്പ് മാറി. ഇത് ഇത്തിരി കൂടെ സ്നോ ഒക്കെ ഉള്ള ഏരിയ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്തിരി കൂടെ ഗ്രീനറി വന്നു. ഇതൊരു 3 മൈലിന്റെ ഗ്യാപ്പിലാണ് ഇത്രയും വ്യത്യാസം വന്നേക്കുന്നത്. അപ്പം ഇത് യൂട്ടയുടെ ഒരു ഇന്റീരിയർ ആയി തുടങ്ങിയിട്ടുണ്ട്. 80 miles per hour ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു വെതർ ഒരു 79 ഫാരൻഹൈറ്റിലേക്ക് കയറും. എന്നുവെച്ചാൽ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇനി കുറഞ്ഞു വരും വെതർ ടെമ്പറേച്ചർ. ഇനി അധികം തിരക്കില്ല, വേറെ കുഴപ്പങ്ങളൊന്നും. ഐ തിങ്ക് ഇറ്റ്സ് ഫൺ ഡ്രൈവിംഗ് സോ ഫാർ. ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഓപ്പൺ സ്പേസ് ആണില്ല. നല്ല ഇതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് എയർ നല്ലതാണ്. ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഇവിടെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയാണ് സ്റ്റാർബക്സിൽ. വി ആർ ഇൻ യൂട്ടാ സ്റ്റിൽ. ഇന്റീരിയർ യൂട്ടയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിറച്ച് ഫാമിംഗ് ഒക്കെ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. ധാരാളം ഫാംസ്, ഗ്രീനറിയാണ് ഇനി മൊത്തം. ഇനി മുകളിലേക്ക് പോകുന്തോറും ഗ്രീനറി. അവിടെ കുറച്ച് സ്നോ ഒക്കെ കാണാം മൗണ്ടൻ്റെ മുകളിൽ. സമ്മറിലേക്ക് കയറിയെങ്കിലും ഇവിടെ ഒന്നും അത്ര അങ്ങോട്ട് ഫുൾ സ്വിങ് സമ്മർ ആയിട്ടില്ല ഏരിയയിൽ. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, 77 ഫാരൻഹൈറ്റ്. പക്ഷേ ഇനി ഫർദർ ഡൗൺ കൂടുതൽ തണുപ്പ് കൂടി തുടങ്ങും. ഇപ്പോൾ കണ്ട ഫാമൊക്കെ ആൽഫ എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റമാണ് ഫോർ കാവ്സ്. നമ്മുടെ ഹൈ പ്രോട്ടീൻ ഒരു ജാതി ഗ്രാസാണത്. അത് നമ്മുടെ ഈ ആനിമൽസിനുള്ള, സ്പെഷ്യലി വെജിറ്റേറിയൻ ആനിമൽസിനുള്ള ഫീഡാണ്. ആനിമൽസ് വെജിറ്റേറിയൻ ആണ്. വേറെ എന്തുണ്ട് വേറെ ഇവിടെ കാണാൻ വെച്ചാൽ ഇങ്ങനെ ബ്ലാങ്ക് ആംബിയർ മാറി. നേരത്തെ ഒരു വെറും ചുമന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത് കിടന്ന ലാൻഡാണെങ്കിൽ ഇപ്പോൾ നടച്ച് ഗ്രീൻ ഫ്ലാറ്റ് ലാൻഡാണ്. അറൗണ്ട് അസ് മൗണ്ടൻസ് ഉണ്ട്, അതിൻ്റെ അകത്തൂടെ കടന്നു പോകണം. പക്ഷേ റൈറ്റ് നൗ ഇറ്റ്സ് ഫ്ലാറ്റ്. പക്ഷേ വി ആർ അബൌട്ട് ഒരു 2000-3000 അടി മുകളിലായിരിക്കും തോന്നുന്നുണ്ട് സീ ലെവലിനേക്കാൾ. ചിലടത്തൊക്കെ ഐസ് കാണുന്നത് അതുകൊണ്ടാണ്. ഇച്ചിരി കൂടെ തണുപ്പ് കൂടിയ ഒരു ഏരിയ ആയതുകൊണ്ടാണ്. ഈ കാണുന്ന ഈ ബുഷസ് ഒക്കെ ടിപ്പിക്കലി ഒരു സ്നോ ഉള്ള ഏരിയയിൽ കാണാനല്ല. റോഡ് നല്ല കയറ്റാണ് ഇനി. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ലൈനൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ക്ലൈംബ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ലൈനിൽ കയറി കഴിഞ്ഞാൽ സ്പീഡിൽ പോവാം. മറ്റവരെല്ലാവരും സ്ലോ ലൈനിൽ കയറി പോകും. ദാറ്റ് വേ ഇറ്റ്സ് ഗുഡ്. ലുക്ക് അറ്റ് ദ ലാൻഡ്. ഇറ്റ്സ് ലൈക്ക് എംപ്റ്റീഡ് ഔട്ട്. ഒന്നുമില്ല, വെറും ഗ്രീനറി, മൗണ്ടൻസ് മാത്രമേ ഉള്ളൂ. ദെൻ ദ ലോങ് ഹൈവേ അത്രേ ഉള്ളൂ. 6,600 ഫീറ്റ് സീ ലെവലിൽ നിന്ന് മുകളിലാണ്. എന്നാലും ചൂടിന് വലിയ കുഴപ്പമില്ല. ചൂട് പിന്നെയും കൂടി. 79 പോയിട്ട് ഇപ്പോൾ 84. നല്ല മൗണ്ടൻസ് ഒക്കെയാണ്, ഒരു ക്ലൗഡി മൗണ്ടൻസാണ് കാണുന്നത്. പക്ഷെ ലാൻഡ്സ്കേപ്പിന് ഐ തിങ്ക് കുറേ നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് തോന്നുന്നത്. ഒരു 170 മൈലും കൂടി ഓടിക്കണം സോൾട്ട് ലേക്ക് സിറ്റിയിലേക്ക്. അവിടുന്ന് പിന്നെ ഹെലനയ്ക്ക് പിന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു എത്രയാണ് ഇവിടെ 80 സ്പീഡ് ലിമിറ്റ്. ഒരു 90 miles per hour. 90 miles തന്നെ ഒരു 145 km/h ഇങ്ങനെ പോയിട്ടുണ്ട്. നോട്ട് ബാഡ്. നല്ല രസമായിട്ടുണ്ട്. കണ്ട ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു മൊട്ടക്കുന്ന് പോലെ. I don't know what to say. നല്ല രസമായിട്ട്
ബേസിക്കലി വേറെ വൃത്തികേടുകളൊന്നും ഐ തിങ്ക് അതിൻ്റെ ഇടയ്ക്ക് ഫാമിംഗ് ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അവിടെയൊക്കെ എന്തോ ഒരു ഫാം പോലെയൊക്കെ കാണുന്നുണ്ട്. ഫാമിംഗ് ആണ്, അത് തന്നെ. ബാണ് കണക്കുണ്ട്, ബാൺ, അത് തന്നെ റെഡ് ബാണുണ്ട്. അപ്പൊ പശുക്കളുടെ ഫാം നടത്തുന്ന ആൾക്കാരാണ് റാഞ്ചേഴ്സ്. അവിടെ പശുവിനെ കാണാൻ പറ്റില്ല, അങ്ങ് ദൂരം ക്യാമറ കാണാൻ പറ്റില്ല. എന്നാലും അമേരിക്കയുടെ ഒരു കൾച്ചറാണ് റാഞ്ച് കൾച്ചർ. അത് അവർക്കൊരു 10,000-2000 ഏക്കർ ഉണ്ടാവേണ്ട, അതിനകത്ത് കുറെ പശുവിനെ ഇങ്ങനെ വിട്ടേക്കും. അതിങ്ങനെ നടക്കും കറങ്ങി തിരിഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനെ പിടിച്ച് കൊന്ന് കച്ചവടാക്കും. അതാണ് ഇവിടുത്തെ. ഇതിനെ കാണാം, കുതിര. ഇപ്പം അത് വൈൽഡ് ഹോഴ്സ് ആണെന്ന് തോന്നല്ല കണ്ടിട്ട്. സോ യൂട്ടയിലേക്ക് കയറി. അവിടെ ഞങ്ങൾ പ്രോവോ ക്രോസ് ചെയ്തപ്പം സോൾട്ട് ലേക്ക് സിറ്റി എന്നുള്ള സിറ്റിയുടെ നടുവിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ക്വൈറ്റ് എ ഡ്രൈവ്. നല്ല ട്രാഫിക്, ഭയങ്കര ട്രാഫിക്കാണ്. എന്നാലും വലിയ കുഴപ്പമില്ല, ഒരു പീക്ക് അവർ ട്രാഫിക് ഒന്നുമല്ല. ഭയങ്കര ഓഫീസൊക്കെ വിടുന്ന സമയമാണെങ്കിൽ ഇത് കൂടെ ഓടിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് എക്സ്പ്രസ് ട്രെയിനിൽ കൂടെ ഞങ്ങൾ പോകണം. കാര്യം 2 പേര് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എക്സ്പ്രസ് ലൈനിൽ കയറാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ 3 പേരിലാണ് നമ്മൾ എക്സ്പ്രസ് ലൈനിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല മൗണ്ടൻസ് ഒക്കെ ഉള്ളൊരു ഡൗൺ ടൗൺ. ഇവിടുത്തെ ഡൗൺ ടൗൺ നല്ല രസമാണ് കാണാൻ. ചുറ്റും മൗണ്ടൻ ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഡൗൺ ടൗൺ. അഗൈൻ എല്ലാ ഡൗൺ ടൗണും പോലെ തന്നെ ഭയങ്കര റഷും തിരക്കും ഒക്കെയാണ്, എന്നാലും നോട്ട് ബാഡ്. നല്ല അതാ നേരത്തെ പറഞ്ഞില്ലേ, ഡൗൺ ടൗണിൽ നിന്ന് മലനിരകളാണ് മുഴുവൻ. സ്പെഷ്യലി വിന്ററിലൊക്കെ ആണെങ്കിൽ നിറച്ച് സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. നല്ല രസമാണ് കാണാനായിട്ട് ഇവിടുത്തെ ഡൗൺ ടൗൺ. നിറച്ച് വെച്ച് ഈ വീടുകളൊക്കെ വന്ന് അവിടെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ജസ്റ്റ് പാസിങ് ത്രൂ അത്രേ ഉള്ളൂ. അഗൈൻ ഞങ്ങളിത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുറച്ച് നിർത്താമെന്ന് വിചാരിച്ചു. ഒന്ന് ഗ്യാസൊക്കെ ഫില്ല് ചെയ്യണം. പിന്നെ ഫ്രണ്ട് വിൻഷീൽഡ് ഒന്ന് കഴുകണം. കാര്യം പ്രാണികൾ ഒന്ന് ചത്തി ആകെ ഇങ്ങനെ ഒരു വൃത്തികേടായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയാലേ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വല്ലതും കാണാൻ പറ്റും. അതാണ് ഡൗൺ ടൗൺ. അതിലെ ബിൽഡിങ്ങുകളാണ്, കട്ടകുത്തി ബിൽഡിങ്ങുകൾ കണ്ടില്ലേ. ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ സോൾട്ട് ലേക്ക് സിറ്റി ഞങ്ങൾ വിചാരിച്ചു രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, തിരക്കിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഞങ്ങൾക്ക് നിർത്തി കൊടുക്കേണ്ടി വന്നു. ബേസിക്കലി ആ ഷെയർ ലൈൻ ഞങ്ങൾ മൾട്ടി ഓക്യുപ്പൻസി ലൈനിൽ കൂടെ ഓടിച്ച് വരണ വഴിക്ക് അവിടെ ഒരു ആക്സിഡൻറ്റ്, വണ്ടി തെന്നിപ്പോയിട്ട് ഇടിച്ച് ഏതാണ്ട് ഒരു വഴിയായിട്ടുണ്ട്. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ബട്ട് എവറിത്തിങ് ലുക്സ് സാഡ്, ബട്ട് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഹൈവേയുടെ പ്രശ്നം ഇതാണ്. ഇങ്ങനെ യൂട്ടയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തി കുറച്ച് ആഹാരം കഴിക്കും. ഞാൻ ജിമ്മി ജോൺസിൽ നിന്ന് കഴിക്കാം. മിനി സ്റ്റാർബക്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡ് ഫിനിഷ്ഡ് ആർ ക്വിക്ക് ബൈറ്റ് ആൻഡ് ഡ്രൈവിംഗ്, കണ്ടിന്യൂയിങ് ദ ഡ്രൈവ്. ലൈക്ക് ബ്യൂട്ടിഫുൾ സ്കൈ, ഓവറോൾ ഗുഡ് ക്ലൈമറ്റ്, വാം. എത്രയാണ് 85? അപ്പാ 85 ഫാരൻഹൈറ്റ്. ഇനിയിപ്പം ഷെയർ ലൈനെല്ലാം കഴിഞ്ഞു, നേരെ പിടിപ്പിക്കുന്നു. അതിന് മുമ്പിലുള്ള മലയാണ് ഈ കാണുന്നത്.